അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഫർള് നിസ്കാരങ്ങളുടെ ശേഷമുള്ള റവാത്തിബുകൾ മുമ്പ് നിസ്കരിക്കാൻ പാടില്ല. അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹീഹാവുകയില്ല. ഫത്ഹുൽ മുഈനിൽ ലാ തഖ്ദീമുൽ ബഅദിയ്യത്തി അലൈഹി ലിഅദമി ദുഖൂലി വഖ്തിഹാ, ശേഷമുള്ള നിസ്കാരങ്ങളെ മുമ്പേ നിസ്കരിച്ചേക്കാൻ പറ്റില്ല, കാരണം ആ റവാത്തിബ് നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിച്ചിട്ടില്ലല്ലോ. ഫർദ് നിസ്കാരങ്ങളുടെ പിറകെയുള്ള റവാത്തിബ് നിസ്കാരങ്ങളുടെ സമയം കടക്കുന്നത് ഫർദ് നിസ്കരിക്കുന്നതോടുകൂടെയാണ്. അപ്പോൾ അതിനു മുമ്പ് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹീഹല്ല, അങ്ങനെ നിസ്കരിക്കാൻ പാടില്ലാത്തതുമാണ്. വഖദാ ബഅദ ഖുറൂജിൽ വഖ്തി എന്നും കാണാം ഫത്ഹുൽ മുഈനിൽ. അതെന്താണ്? ഒരാൾ ഫർദ് നിസ്കാരം സമയത്ത് നിർവഹിച്ചില്ല, സമയം കടന്നുപോയി, എന്നാലും ആ സമയം കടന്നു പോയാൽ തന്നെയും പിന്നീട് ആ ഫർദ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള റവാത്തിബ് അയാൾക്ക് നിസ്കരിക്കണമെങ്കിൽ ആ ഫർദ് നിസ്കരിക്കുക തന്നെ വേണം. അതല്ലാതെ ആ ഫർദിൻ്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്ന് കരുതി ശേഷമുള്ള റവാത്തിബ് ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ പാടില്ലാത്തതാണ്. അതായത് ഒരാൾ ളുഹർ നിസ്കരിച്ചില്ല, അസറിൻ്റെ സമയമായി, ഇനി അയാൾ ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് ളുഹറിൻ്റെ ശേഷമുള്ള റവാത്തിബ് നിസ്കരിച്ചേക്കാൻ പാടില്ല. കാരണം ളുഹർ നിസ്കരിച്ചിട്ടാണ് ളുഹറിൻ്റെ ശേഷമുള്ള റവാത്തിബ് നിസ്കരിക്കാൻ സമയമാകുന്നത്. അവിടെ ളുഹറിൻ്റെ സമയം തന്നെ പൂർണ്ണമായും കഴിഞ്ഞു പോയല്ലോ എന്ന ന്യായം അത് പരിഗണനീയമല്ല എന്ന് ചുരുക്കം. അപ്പോൾ ഏതൊരു ഫർദ് നിസ്കാരത്തിൻ്റെയും ശേഷമുള്ള റവാത്തിബുകൾ ഒരു കാരണവശാലും മുമ്പ് നിസ്കരിക്കാൻ ചാൻസ് ഇല്ല. അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹീഹല്ല, അത്തരം നിസ്കാരം അനുവദനീയവുമല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹു നാഫിഅ ഇൽമ് നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.